എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി റൂമിലേക്ക് വരുമ്പം നവ്യ പറയുന്നുണ്ട്, എടാ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന്. അന്നേരം പറ്റിയല്ല എന്ന് പറയുമ്പം നിനക്ക് എന്ത് സ്നേഹമായിരുന്നു, അതല്ല ഇത്ര പെട്ടെന്ന് അങ്ങ് കിട്ടടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, എൻ്റെ വല്യമ്മ ഹോസ്പിറ്റലാണ്, ആ സമയത്താണോ നിനക്ക് കറങ്ങാൻ പോകേണ്ടത്, ശരിക്കും ഇത് ചെയ്തത് നിൻ്റെ അനിയത്തിയാണ്, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാ എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അവളല്ല അത് ചെയ്തത്, ഇന്നലെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നോട് പെരുമാറിയത്, ഇത്ര പെട്ടെന്ന് മാറാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയുടെ പ്രവൃത്തി തന്നെ, അവൾ എൻ്റെ വല്യമ്മയെ ആശുപത്രിയിലാക്കി, അങ്ങനെ ഒരു തീ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്കിനി നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയല്ല എന്ന് നവ്യയോട് പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, എൻ്റെ കുഞ്ഞിനെയും എന്നെയും അത്രത്തോളം സ്നേഹമാണ് അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും അബി പറയുന്നത്, അല്ല അവൾ തന്നെയാണ് ചെയ്തത്, ഈ കുടുംബം മുടിക്കാൻ വേണ്ടിയാണ് അവൾ ഈ വീട്ടിലോട്ട് കയറി വന്നത്, അവൾ ഈ വീട് വിട്ട് ഇറങ്ങിയാൽ ഈ കുടുംബത്തിനൊരു മോശം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മോശമായിട്ട് നയനെപ്പറ്റി സംസാരിക്കുന്നു. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് അവളിത് ചെയ്യില്ല എന്ന്, അത് ചെയ്തെങ്കിൽ ചിലപ്പോൾ നീ നിൻ്റെ അമ്മയായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ, അല്ലാതെ അവളത് ചെയ്യില്ല എന്ന്, എൻ്റെ അനിയത്തി അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും. അന്നേരം അബിയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. അന്നേരം ആകെ വിഷമാവുന്നുണ്ട് നവ്യയ്ക്ക്. എന്നിട്ട് പറയും, എടാ നിന്നോട് എനിക്കൊരു അപേക്ഷയുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചെങ്കിലും നിനക്ക് കുറച്ച് സ്നേഹം എന്നോട് അഭിനയിക്കാനെങ്കിലും പറ്റുമോ, അവരെ ഒരുപാട് സന്തോഷിച്ചു ഇന്നലെ നീ എൻ്റെ കൂടെ വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും എന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, അത് നന്നായിട്ട് അറിയാവുന്ന നിൻ്റെ അനിയത്തിക്കാണ്, എനിക്കിങ്ങനെയൊക്കെ പെരുമാറാനേ ഇനി കഴിയുള്ളൂ എന്ന് പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഉറപ്പാണ് നീ ഇന്നലെ എൻ്റെ കുഞ്ഞിനെ കളയണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് എന്നോട് സ്നേഹം കാണിച്ചത്, ഇത് ചെയ്തത് നീ നിൻ്റെ അമ്മയും തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, ഇത് അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം മറന്നിട്ട് ഞാൻ വല്ലതും ചെയ്തു പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക നവ്യ. അവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി വരുന്ന അബി ജലജയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് പറയും, അമ്മേ നമ്മൾ പറഞ്ഞതൊന്നും ഇവിടെയുള്ള ആരും വിശ്വസിക്കുന്നൊന്നുമില്ല, അവളാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഏട്ടത്തി എന്ന് പറഞ്ഞ ഒരാൾ ആശുപത്രി കിടപ്പില്ലേ, ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ, ഏതായാലും ഏട്ടത്തിയെ ഈ അവസ്ഥയിലാക്കിയത് നയനയാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞങ്ങ് പഠിപ്പിക്കും, അതിനുശേഷം ഇവിടെ ഒരു വലിയ ഭൂകമ്പമായിരിക്കും നടക്കുന്നത്, രണ്ടും പുറത്തു പൊക്കോളും എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നടന്നാലും അവളുമാർ പുറത്തു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇപ്പോഴും മുത്തശ്ശനും ഇളയച്ചന്മാരും ഒക്കെ വിശ്വസിക്കുന്നത് നയനെ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് എൻ്റെ വിഷമം എന്നൊക്കെ അബി പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കുമാണ് ഗോവിന്ദൻ അങ്ങോട്ട് കുറച്ച് പലഹാരങ്ങളുമായിട്ട് വരുന്നത്. അത് കാണുന്നതേ ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്കും അബിക്കും. കയറി വരുന്നതേ ജലജ ചോദിക്കും, എന്താ ഇവിടെ എന്താ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, നവ്യമോൾക്ക് കുറച്ച് പലഹാരമായിട്ട് ഞാൻ വന്നതാന്ന് പറയുമ്പം, ഇവിടെ ഒരാൾ ആശുപത്രി കിടക്കുക, അന്നേരമാണോ നിങ്ങളുടെ പലഹാരം എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയും, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, മോൾക്ക് ഇത്തിരി പലഹാരം കൊടുക്കാമല്ലോ എന്നോർത്ത് കനക ഉണ്ടാക്കി തന്നതാ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അയ്യോ നിങ്ങളുടെ മോള് ഒരുത്തി പാല് കാച്ചി കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഇനി ഈ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ഒരുമിച്ച് കിടത്താൻ വേണ്ടിയാണോ അമ്മ പലഹാരമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, അത് തന്നെ, ഇവിടെ ബാക്കിയുള്ളവർ സൗകര്യമായിട്ട് ജീവിക്കുന്നു, ഇവർക്കൊന്നും സഹിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അബിയും ഇങ്ങനെ സംസാരിക്കുന്നതേക്കും ഗോവിന്ദനാകെ ടെൻഷൻ. ഗോവിന്ദൻ ചോദിക്കും, മോൻ ഇന്നലെ നല്ല മാറ്റം ഉണ്ടായിരുന്നല്ലോ, മോൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, നിങ്ങളുടെ മോള് തന്നെയാണ് ഇതിനെല്ലാം കാരണം, അവളാണ് കുഞ്ഞിനെ കളയാൻ വേണ്ടി നവ്യയ്ക്ക് വേണ്ടി പാലിൻ്റെ അകത്ത് വിഷം കലർത്തി വെച്ചത്, അത് അവൾ കഴിച്ചിരുന്നേ അവളുടെ കുഞ്ഞ് പോകില്ലായിരുന്നോ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് ഓർക്കുമ്പം ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, ഈ വീട്ടിൽ നിന്ന് പേടിച്ചിട്ട് ഇനി ആഹാരം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അബി ചോദിക്കുവാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങി വരും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നീ പറയുന്നത്, എൻ്റെ അനിയത്തി അല്ല അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും. അന്നേരം ജലജയുടേതായ രീതിയിൽ മോശമായി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അബിയും കുറച്ച് പറയുന്നുണ്ട്. അത് കഴിയുമ്പം അബി പറയും, ഏതായാലും മോളെ കാണാൻ വന്നതല്ലേ, അച്ഛനും മോളോട് അങ്ങ് സംസാരിച്ചു, ഇനി നമുക്ക് പോകാം അമ്മയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരൂടെ അങ്ങോട്ട് പോവുക. പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നവ്യയോട്, ഇതെന്താ മോളെ ഇത്ര പെട്ടെന്ന് അബി മാറിയത്, അവൻ്റെ സ്വഭാവം ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അച്ഛാ ഇവർക്കൊക്കെ അഭിനയിക്കാൻ പറ്റും, ഇതെല്ലാം
മാത്രമല്ല ഇതിനപ്പുറം ചെയ്യും. അവൻ്റെ അഭിനയമായിരുന്നു ഇതെല്ലാം. എനിക്ക് അവൻ പറയുന്ന പല കാര്യങ്ങളും കേട്ടപ്പം അന്നേരം ആത്മഹത്യ ചെയ്യാനും തോന്നിയത്. അത്രയ്ക്ക് എനിക്ക് സങ്കടം വന്നു. പക്ഷെ അവൻ്റെ മുമ്പ് ഞാനത് കാണിച്ചില്ല. തലയുയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞാൻ നിന്നത് എന്ന് നവ്യ പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ നിനക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോൾ അങ്ങോട്ട് പോരെ. നിങ്ങളാരും അച്ഛനൊരു ഭാരമല്ല. അച്ഛൻ നോക്കിക്കോളാം നിന്നെ. ഇങ്ങനെ തന്നെയാണ് ഞാൻ നയനയോടും പറയാറുള്ളത്. നിങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കുക, അല്ലാതെ വിഷമിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഗോവിന്ദൻ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്നതാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയിപ്പം ഞങ്ങളെ കൊന്നിട്ട് എന്തെങ്കിലും നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യട്ടെ. എങ്കിലും അങ്ങനെയൊന്നും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരില്ല എന്ന് തന്നെ പറയും. അന്നേരം ഗോവിന്ദന് ആകെ ടെൻഷനാണ്. എന്നാലും ഏതായാലും അച്ഛൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. അന്നേരം നവ്യയോട് പറയും, മോള് വിഷമിക്കണ്ട കേട്ടോ. ഇങ്ങനെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സുഖവും സന്തോഷവും ഒക്കെ കൊടുക്കേണ്ടതാണ്. ആ സമയത്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ ഇതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട് മോളെ. ഒരുപാട് മനസ്സിൽ സന്തോഷിച്ചതാണ് ഇന്നലെ. ഈശ്വരന്മാർക്കെല്ലാം നന്ദിയും പറഞ്ഞു. അത്രത്തോളം സന്തോഷത്തിലായിരുന്നു. അതിനെല്ലാം ഇത്രയും ആയുസുള്ളൂ എന്ന് അച്ഛൻ അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സങ്കടപ്പെട്ട് നവ്യ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ ഗോവിന്ദനെ. എന്നിട്ട് പറയും, അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട. ഏതായാലും എൻ്റെ കുഞ്ഞ് വരുന്നിടം വരെ ഞാൻ ഇതെല്ലാം സഹിക്കുമെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോവിന്ദൻ സങ്കടപ്പെട്ട് അങ്ങ് പോകുന്നു. ആകെ വിഷമത്തിൽ നിൽക്കുവാണ് നവ്യ. പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. എന്താണ്ട് ബില്ലൊക്കെ അടച്ചിട്ട് വരുവാണ് ജയൻ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ട് അച്ഛാന്ന് പറയുമ്പം അതിന് നന്ദി പറയേണ്ടത് നയനമോളോടാണ്. ബ്ലഡ് അവസാനം കിട്ടാതായപ്പം നയനമോൾ സഹായിച്ചില്ലെങ്കിൽ എന്തായേനെ അവസ്ഥ. ഇതൊന്നും അറിയാതെയാണ് ICUയിൽ ഒരാൾ കിടക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നത് പോലുമില്ല. ശരിക്കും അനാമികയ്ക്ക് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരു അവസരം വന്നപ്പം അവൾ ഓടി ഒളിക്കുവാണ് ചെയ്തത്. ഇതൊന്നും ദേവയാനി മനസ്സിലാക്കുന്നില്ല. പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിൽ അങ്ങ് പോവാണ് ജയൻ. പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നു. ഗോവിന്ദൻ തിരിച്ച് വീട്ടിലെത്തുന്നതും കനക ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കനക എങ്ങനെയുണ്ട്, അവിടെ പോയിട്ട് മോളെ കണ്ടോ, മോൾക്ക് പലഹാരം കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ഗോവിന്ദൻ്റെ മുഖം ഇങ്ങനെ മങ്ങിയിരിക്കുന്ന കാണുമ്പോൾ കനക ചോദിക്കും, എന്താ പറ്റിയ ഒരു ക്ഷീണം പോലെ, അവിടെ ചെന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയും, ഇല്ല ഞാൻ ഈ ചൂടത്തല്ലേ നടന്നു വന്നേ, അതിൻ്റെ ഒരു ക്ഷീണം ഒന്ന് കിടന്നാൽ ശരിയാകും എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ അവിടെ പാല് കാച്ചി വെച്ചത് നയനമോളാണ് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ആ പാലാണ് ദേവയാനി എടുത്ത് കഴിച്ചത്. അതിൻ്റെ പേരിൽ അവിടെ എന്തോ പ്രശ്നം നടന്നു എന്നും ആ പാലിൽ വിഷം കലർത്തിയത് നയനമോളാണെന്ന് ആരൊക്കെയോ പറഞ്ഞു എന്നൊക്കെ കേട്ടു. അതിൻ്റെ പേരിൽ ഇനിയിപ്പം എന്തെങ്കിലും ഗോവിന്ദേട്ടനോട് അവർ പറഞ്ഞു എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അബിയുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അവരെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയുന്ന കൂട്ടത്തിലാണല്ലോ. അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല, അച്ഛനെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറ, അതല്ലേ സംഭവിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയും, അതൊന്നും സാരമില്ല എന്ന്. അന്നേരം കനക പറയും, അവൾ എന്തെങ്കിലും പറയട്ടെ എന്നേ, അഭിമോൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടല്ലോ, നവ്യമോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനെയല്ലേ ഗോവിന്ദേട്ടാ, അവന് മാറ്റമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ഗോവിന്ദൻ ഇല്ല, അബിക്ക് അങ്ങനെ മാറ്റമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുവാണേ. അന്നേരം ഗോവിന്ദൻ്റെ മുഖഭാവം എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഗോവിന്ദൻ, ഇല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എല്ലാവരോടും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കിടക്കാനായിട്ടങ്ങ് പോവാണ്. അന്നേരം നന്ദുവിന് നല്ല സംശയമുണ്ട്. അന്നേരം കനക പറയാം, അവൾ എന്തെങ്കിലും കിടന്ന് പറയട്ടെ, ഏതായാലും അഭിമോൻ നന്നായല്ലോ, അത് മതി എനിക്കെന്ന് കനകയും പറയുന്നുണ്ട്. പിന്നീട് നവ്യയാണ് കാണിക്കുന്നത്. നവ്യ നയനെ പോലെ നന്മപരമായിട്ട് ഇരിക്കുന്നൊന്നുമില്ല. നല്ല ദേഷ്യം വന്നുകൊണ്ട് തന്നെ നേരെ കയറി അബിയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ അച്ഛൻ്റെ പേരെന്താ, അച്ഛൻ എവിടെയാ എന്നൊക്കെ ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ അങ്ങേരെ ഇട്ടിട്ട് പോയതാണ്, അയാളെ എനിക്കറിയില്ല എന്ന് പറയും. അന്നേരം ചോദിക്കുന്നുണ്ട്, എന്തിനാ നിൻ്റെ അച്ഛൻ നിങ്ങൾ ഇട്ടിട്ട് പോയത് എന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അയാൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം നിൻ്റെ അമ്മയെപ്പോലത്തെ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് അങ്ങേര് പോയത്. പിന്നെ എങ്ങനെ നീ നന്നാവുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ അപമാനിച്ചാണ് നീ ഇവിടുന്ന് വിട്ടത്. അച്ഛൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാവോ, അതൊക്കെ അറിയണമെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചു വേണം വളരാൻ എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നിനക്ക് നിൻ്റെ വീട്ടുകാരോട് സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ സ്നേഹം വന്നത് എന്ന് ചോദിക്കും.
അന്നേരം നവ്യ പറയുന്നുണ്ട് അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും സങ്കടം വരുന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് എങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഞാൻ കുറച്ച് കഴിയുമ്പം പശ്ചാത്തപിച്ചോളാം എന്ന് പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട് എനിക്കിപ്പം നല്ല ഉറപ്പാണ് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാണ് ആ പാലിൻ്റെ അകത്ത് വിഷം കലർത്തി വെച്ചത്, അത് നീയോ നിൻ്റെ അമ്മയോ ആയിരിക്കും, അതിൻ്റെ പേരിലാണ് നീയൊക്കെ എന്നെ സ്നേഹിച്ചെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അഭി പറയും ചുമ്മാ ആവശ്യം വിളിച്ച് പറഞ്ഞേക്കരുത്, എൻ്റെ സ്വഭാവം മാറും എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് എൻ്റെ വയറ്റിൽ കുഞ്ഞുള്ളപ്പോഴേ ഇങ്ങനെയാണ്, അന്നേരം ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ അതിനെ കൊല്ലൂലോ എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട്, ആ കുഞ്ഞിനെ ഇപ്പം തന്നെ ഈ വയറ്റ് വെച്ച് തന്നെ കൊന്നുകള, അത് നിൻ്റെ അനിയത്തിയോട് പറഞ്ഞാൽ മതി, അവൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട് ഇതിന് നിന്നോട് നാവ് കൊണ്ടല്ല മറുപടി പറയേണ്ട, കൈകൊണ്ടാണ്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പിന്നെ നീ ഒരു കാര്യം ഓർത്ത് വെച്ചോ, ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത് നീയും നിൻ്റെ അമ്മയൊക്കെയാണ്, അല്ലെങ്കിൽ നീയൊക്കെ ഈ തെരുവിൽ കിടന്ന് വളർന്നേനെ. ഞാനും നയനൊക്കെ അഭിമാനത്തോടെ നല്ല നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്നത്, വലിഞ്ഞു കയറി വന്ന നീയും നിൻ്റെ അമ്മയും ഇവിടുത്തെ കാരണന്മാരുടെ കാരുണ്യത്തിലാണ് കഴിയുന്നത് എന്ന് നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവാണ്. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കണ്ണു വരെ നിറഞ്ഞു വരുന്നുണ്ട് അബിയുടെ. പിന്നീട് നമ്മുടെ നന്ദു ഹോസ്പിറ്റലിലേക്ക് വരുവാ കേട്ടോ ദേവേനെ കാണാൻ വേണ്ടി. അവിടെ നയനെ ആദർശമുണ്ടെന്ന് കരുതിയാണ് വരുന്നതേ കാണുന്നത് അനിയ. അന്നേരം ചേച്ചി അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിൽ വരെ ഒന്ന് പോയതാണ്, എന്നെ ഇവിടെ നിർത്തിയിട്ട് എന്ന് പറയും. അയ്യോ ചേച്ചിയും ആദർശേട്ടനും ഉണ്ടെന്ന് ഓർത്താൽ ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ അതെന്താ നന്ദു അങ്ങനെ, ഇനി ഞാനുണ്ടെങ്കിൽ വരാൻ പാടില്ലേ, താൻ ഒരുപാട് മാറിപ്പോയിട്ടോ, എന്നേക്കാൾ ഒരുപാട് തൻ്റെ അടുത്തോടെ നടന്ന ആളായിരുന്നു താൻ, ഇപ്പോൾ തന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല, നമ്മൾ ഒരുമിച്ച് വരാറുള്ള ആ കോഫി ഹൗസിലൊക്കെ ഞാൻ വരാറുണ്ട്, പക്ഷെ തന്നെ അവിടെയൊന്നും കാണാറില്ല, എന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല എന്ന് നന്ദു പറയും. അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ അതും സംഭവിച്ചത്, ഇപ്പോൾ എല്ലാവർക്കും കുറ്റബോധമുണ്ട് അനാമികയെ പോലെ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് കയറി വന്നതിന്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തന്നേക്കാളും മോശമായ അവസ്ഥയാണ് എൻ്റേത് എന്ന് പറയും. അന്തെങ്കിലും നന്ദു പറയും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല വന്നത്, വല്യമ്മയൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട് അതിൻ്റെ അകത്തും പ്രശ്നമുണ്ട്, അവിടെ പാല് കാച്ചി വെച്ചത് നയനേടത്തിയാണ് നവ്യേടത്തിക്ക് കൊടുക്കാൻ വേണ്ടി, പക്ഷേ അത് കുടിച്ചത് വല്യമ്മയാണ്, അതിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചത്, അത് ചെയ്തത് നയനേടത്തി ആണെന്നും ചിലർ പറയുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ അബിയോ അല്ലെങ്കിൽ അപ്പച്ചിയോ അല്ലെങ്കിൽ അനാമയോ അമ്മയോ ആയിരിക്കാം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊന്നും തെളിവില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. എന്നിട്ട് അനി പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ നടന്നതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, എന്തൊക്കെയോ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പം സംശയത്തോടെ നോക്കിയിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.